ഒന്നാമത്തെ ദൈവം കൊടുത്ത ഒന്നാമത്തെ കൽപ്പന സ്നേഹിക്കാനുള്ള കൽപ്പനയാണ്. ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമല്ലേ അതിനകത്ത് എന്താണെന്നറിയാമോ? നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ എന്താ പറയണേ, ആരാധിക്കണമെന്നില്ല, പ്രാർത്ഥിക്കണമെന്നില്ല, ഉപവസിക്കണമെന്നില്ല, ദാനധർമ്മം ചെയ്യണമെന്നൊന്നും പറയണില്ല. പക്ഷെ പറയണത് സ്നേഹിക്കണമെന്നാണ് ദൈവം പറയുന്നത്. പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് സ്നേഹിക്കണമെന്ന കൽപ്പന ചേർത്ത് വെക്കണേ? സ്നേഹമില്ല എങ്കിൽ ഒരു ആരാധനയിലും സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. ചുമ്മാ പോയി കടമ കഴിക്കാൻ വേണ്ടി പള്ളിയിൽ നിൽക്കാം. പ്രാർത്ഥനയ്ക്ക് പോയി അവിടെ അപ്പനെ അമ്മയെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ആ പായിൽ കൈയും പിരിച്ച് 10 മിനിറ്റ് നിൽക്കാം. സ്നേഹമില്ലെങ്കിൽ നമ്മളറിയാതെ നമ്മളെല്ലാം ഈ കടമ കഴിക്കലും ചടങ്ങുമായിട്ട് തീരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ ദൈവം പറയുക, പൂർണ്ണമായ ശക്തിയോടും ആത്മാവോടും സ്നേഹിക്കണം. സ്നേഹമുള്ളിടത്താണ് ആരാധനയാവത്തുള്ളൂ. സ്നേഹമുള്ളപ്പോഴാണ് പ്രാർത്ഥനയാവത്തുള്ളൂ. സ്നേഹമുള്ളപ്പോഴാണ് ഉപവാസമാവത്തുള്ളൂ. ഈ സ്നേഹമില്ലാതെ വരുമ്പോൾ ഇതെല്ലാം ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആരുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ധ്യാനത്തിന് നമ്മൾ പള്ളിയിൽ വരുന്നത് എന്തിനാണ്? വികാരിച്ചനെങ്ങാനും കണ്ണുരുട്ടി പേടിപ്പിച്ചാലെന്ന് പേടിച്ച് പള്ളി വരും. ഇനി ഞങ്ങളുടെയൊക്കെ ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ വികാരിച്ചൻ വിളിച്ചും പറയും പള്ളിയിൽ. വികാരിച്ചനെ പേടിച്ച് വികാരിച്ചനെ കാണിക്കാനും ബോധിപ്പിക്കാനും വേണ്ടി പള്ളിയിൽ വരുന്നത് സ്നേഹമില്ല. ഞായറാഴ്ച അങ്ങനെ ഒരു നിയമമുള്ളത് കൊണ്ട് എന്താ പറയുക, ഗതികെട്ട് പള്ളിയിൽ വരുന്നത്, ഗതികേടോട് പള്ളിയിൽ വരുന്നത് സ്നേഹമില്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളതിന്റെ ഗുണം എന്താ? ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് അറിയാനായിട്ട് വലിയ കാര്യം ചെയ്യണമെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാൻ പറ്റും. സ്നേഹമുണ്ടെങ്കിൽ ആരും നിർബന്ധിക്കാതെ വരും. അത് ഏത് കാര്യത്തിനാണെങ്കിലും, പള്ളിയിൽ കുർബാനയ്ക്ക് കൂദാശകൾക്ക് നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങളുടെ വികാരിച്ച് കണ്ണുരുട്ടി കാണിക്കേണ്ട, വികാരിച്ച് മൈക്കെടുത്ത് വെച്ച് നിങ്ങളെ പേടിപ്പിക്കേണ്ട. നിങ്ങൾ ആരും പറയാതെ നിങ്ങൾ പള്ളിയിലേക്ക് വരും. കാരണം സ്നേഹമുള്ളത് കൊണ്ട്. സ്നേഹമുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗുണം എന്താ? സ്നേഹം നമ്മളെ എന്താ പറയണേ, നമ്മളെ സ്വയം നിർബന്ധിക്കും. പറയാമോ? ഹല്ലേലൂയ.